ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ എൻ്റെ വിഷയം ദുരിതവും കടവും തീരും. ദുരിതവും കടവും തീരും. ഇതാണ്, നമുക്ക് ദുരിതം ഉണ്ടാവും, കടവും ഉണ്ടാവും, ഇല്ലേ? വളരെ അപൂർവമാണ് ഇതൊന്നും ഇല്ലാത്തവർ. തിരുപ്പതി ദർശനം നടത്തിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ നടത്തണം. ഇങ്ങനെ ദുരിതം പേറുന്നവരും കടം സഹിച്ച് മുന്നോട്ട് പോകുന്നവരും നിങ്ങളൊന്ന് ചെയ്യാം. തിരുപ്പതി ദർശനം നടത്തി ഒന്ന് നോക്കണം. ഞാൻ പറയണേ, നിങ്ങൾ തിരുപ്പതി പോയാൽ പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് ലോട്ടറി അടിക്കുമെന്നല്ല ടൈം പറയണേ. അങ്ങനെ ആരും ധരിക്കൊന്നും വേണ്ട. തിരുപ്പതി പോയി വന്നവർക്കൊക്കെ ദിവസവും പിന്നെ ലോട്ടറി അടിച്ചാൽ പിന്നെ അതിനെല്ലാം നേരുള്ളൂ. അപ്പം അതൊന്നും അല്ല കാര്യം. നിങ്ങൾ തിരുപ്പതി ദർശനം നടത്ത്. തിരുപ്പതി ഭഗവാന്റെ ഒരു ഫോട്ടോ വാങ്ങി വിഷ്ണു ക്ഷേത്രത്തിൽ പൂജിച്ച് കടയിലോ വീട്ടിലോ വെക്കുക. തിരുപ്പതി ഭഗവാന്റെ ഒരു ഫോട്ടോ മേടിച്ചിട്ട് അത് ശിവക്ഷേത്രത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് കടയിലോ വീട്ടിൽ ചെയ്യാം. ദിവസവും ഒരു നാണയത്തൊട്ട് ഭഗവാന് മാറ്റിവെക്കും. ദിവസവും ഒരു നാണയത്തൊട്ട് ഭഗവാന് മാറ്റിവെക്കും. വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തിരുപ്പതി ദർശനം നടത്തണം. താഴെയുള്ള ഗോവിന്ദരാജസ്വാമി ക്ഷേത്രത്തിലും നിങ്ങൾ ചെന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ തിരുപ്പതി ക്ഷേത്രത്തിൽ ചെന്നാൽ താഴെ റെയിൽവേ സ്റ്റേഷനിലുള്ള ഗോവിന്ദരാജ ടെമ്പിളിലും നിങ്ങൾ പോയി തൊഴണം. ഭഗവാനെ തൊഴുതാൽ തീർന്നു. അതേപോലെ തന്നെ പത്മാവതി കോവിലിലും നിങ്ങൾ പോകണം. അവിടെ കുറച്ച് അകലെയുള്ള പത്മാവതി കോവിലിലും പോകണം. ഇതും മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ, അതേപോലെ തന്നെ ഏതെങ്കിലും രാഹു സംബന്ധമായ ദോഷങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ കാളഹസ്തിയിലും നിങ്ങൾക്ക് ദർശനം നടത്താം. കാളഹസ്തിയിലും പോകാം. തിരുപ്പതി ഭഗവാനി കൊടുക്കുന്നതിൻ്റെ ഇരട്ടയെ ഭഗവാൻ നിങ്ങൾക്ക് തിരിച്ചു തരും, ഒരു സംശയമില്ല. തിരുപ്പതി ഭഗവാനി എന്തു കൊടുത്താലും കുഴപ്പമില്ല. കൊടുക്കണതിൻ്റെ ഇരട്ടി നമുക്ക് തിരിച്ചു കിട്ടും, ഒരു സംശയമില്ല. നിങ്ങളൊന്ന് ചെയ്തു നോക്ക്, ഭഗവാനെ ഒന്ന് കൊടുത്തു നോക്ക്. ഇത് അന്ധവിശ്വാസമൊന്നുമല്ല, ദൈവവിശ്വാസവും. തിരുപ്പതി ഭഗവാന് കൊടുക്കണതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു തരും. നിങ്ങളുടെ ദുരിതം മാറും, നിങ്ങളുടെ കടങ്ങൾ തീരും. ഭഗവാനെ നിങ്ങൾ നല്ല പോലെ അവിടെ പോയി പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുണ്യം കിട്ടും. തിരുപ്പതി ദർശനം ശനി ദോഷങ്ങൾ മാറ്റുമെന്നാണ് പറഞ്ഞത്. ശനി ദോഷങ്ങളുണ്ടെങ്കിൽ അതും മാറ്റിത്തരും തിരുപ്പതി ദർശനം. തിരുപ്പതി ഭഗവാന്റെ ഒരു മന്ത്രമുണ്ട്. ഇതെൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. തിരുപ്പതി ഭഗവാന്റെ ഈ മന്ത്രം ദിവസം നിങ്ങൾ ചൊല്ലുന്നത് വളരെ നല്ലതാണ്. ഇതാണ് ആ മന്ത്രം. കല്യാണാത്ഭുതഗാത്രായ കാമിതാർത്ഥ പ്രദായിനെ ശ്രീമദ് വെങ്കടനാഥായ ശ്രീനിവാസായ ദേ നമ. ഞാനൊന്നും കൂടി അത് ചൊല്ലാം. കല്യാണാത്ഭുതഗാത്രായ കാമിതാർത്ഥ പ്രദായിനെ ശ്രീമദ് വെങ്കടനാഥായ ശ്രീനിവാസായ ദേ നമ. ഭഗവാന്റെ ഒരു ശ്ലോകമാണ്, ഒരു മന്ത്രമാണ്. ഇതൊന്ന് ദിവസം നിങ്ങളൊന്ന് ചൊല്ലുന്നു. നിങ്ങൾ ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം, ഒരാഴ്ചയായാലും ഒരു കൊല്ലം ചൊല്ലിയാലൊന്നും ചിലപ്പോൾ അത് ഫലം കിട്ടിയെന്ന് വരില്ല. നിരന്തരം ചൊല്ലണം. ഭഗവാനെ കൈവിടരുത്. നിരന്തരം ചൊല്ലി ഭഗവാനോട് ആത്മസമർപ്പണം ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കടങ്ങളെല്ലാം തീരും, നിങ്ങളുടെ ദുരിതങ്ങൾ മാറും, ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾക്ക് ധൈര്യപൂർവം നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ ചെല്ലാം. അവിടെ അതിനുള്ള ഇപ്പം ചില ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്. അവിടെ ദർശനത്തിന് മുൻകൂട്ടി ബുക്കൊക്കെ ചെയ്യണം. അതേപോലെയുള്ള മറ്റൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം തിരുപ്പതി ദർശനം നടത്തിയാൽ നമുക്ക് പെട്ടെന്ന് പോയി വരാൻ സാധിക്കും. പിന്നെ ഇപ്പോൾ തിരുപ്പതി ദർശനം, കാളഹസ്തി ദർശനം ഒക്കെ ആയിട്ടൊക്കെ ടൂർ ഓപ്പറേറ്റർമാർ കൊണ്ടുപോകുന്നുണ്ട്. അത് എത്രത്തോളം ഒരു ഫലപ്രാപ്തി കിട്ടുമെന്ന് എനിക്കറിയില്ല. അതവരെ സംബന്ധിച്ചൊരു വ്യവസായമാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ഒരു ദൈവികമായ കാര്യത്തിന് പോകണേണ്. നിങ്ങൾക്കൊരു മേൽഗതി ഉണ്ടാകുന്നതിന് പോകേണ്ടതാണ്. അല്ലാണ്ട് നിങ്ങൾ ടൂറ് പോണേയല്ല. തിരുപ്പതിയിൽ ടൂറ് പോണേയല്ല, ഒരു മേൽഗതി ഉണ്ടാക്കി തരാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോണേ.
അപ്പോൾ ടൂറ് കൊണ്ടുപോകുന്ന വണ്ടിക്കാരിക്ക് അത് ടൂർ ഓപ്പറേറ്റിംഗ് ആണ്. അവർ അതേപോലെയൊക്കെ ചെയ്യുള്ളൂ. നിങ്ങളത് നല്ല സാമാന്യപൂർവ്വം ചിന്തിച്ച് നല്ല പോലെ ഈ തിരുപ്പതി ദർശനം നടത്തി വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ദുരിതവും തീരും, കടവും തീരും, ഒരു മേൽഗതി ഉണ്ടാക്കി തരും ഭഗവാൻ. തീർച്ചയായിട്ടും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും മനുഷ്യൻ ഭഗവാനെ കേട്ടോ. വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.